ഏറെ വിവാദമായ, ഇപ്പോഴും വിവാദമായി തന്നെ തുടരുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട വളരെ വിവാദമായ, പ്രമാദമായ ഒരു കേസാണ്. ഈ കേസിൽ പരാതിക്കാരനും അല്ലെങ്കിൽ ഈ കേസ് എന്താണ് ഏതാണ് എന്ന് ആദ്യം തിരിച്ചറിയുകയും പരാതി കൊടുക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെടുകയും ചെയ്തത് മുൻ മുഖ്യമന്ത്രി കൂടിയായ അന്തരിച്ച VS അച്യുതാനന്ദനാണ്. എന്നാൽ അച്യുതാനന്ദൻ കൊടുത്ത കേസ് ആയതുകൊണ്ട് മാത്രം അതിനെ വേണ്ടത്ര രീതിയിൽ ഇടതുപക്ഷ സർക്കാരുകളോ അല്ലെങ്കിൽ CPMോ പലപ്പോഴും പിന്തുണച്ചില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത് വെള്ളാപ്പള്ളി നടേശന്റെ ഇംഗിതത്തിന് വഴങ്ങി പല സഖാക്കളും, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പല സഖാക്കളും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതികളും വാർത്തകളും സംശയങ്ങളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരവസരത്തിലാണ് ഈ അടുത്ത കാലത്തും ഈ മൈക്രോ ഫിനാൻസ് കേസ് ചർച്ചയാകുന്നത്. മൈക്രോ ഫിനാൻസ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് പത്മഭൂഷൺ കൊടുത്തത് വരെ വലിയ ചർച്ചകളായി. ഇപ്പോൾ ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിതാവിന്റെ അദ്ദേഹം കൊടുത്ത ആ നടപടിയിൽ അല്ലെങ്കിൽ കൊടുത്ത കേസിൽ ഇപ്പോൾ കുറ്റപത്രം കൊടുത്തത് VSന്റെ വിജയമായിട്ട് തന്നെയാണ് VA അരുൺകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യായത്തിനു വേണ്ടി പാവപ്പെട്ട സമുദായ അംഗങ്ങളുടെ പണമൊക്കെ തന്നെ ഇത്തരം ഇടപാടുകളിലൂടെ തട്ടിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഒരു കേസ് തീർച്ചയായിട്ടും അതിൻ്റെ മെറിറ്റിലേക്ക് തന്നെ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് VA അരുൺകുമാർ നൽകുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെയുള്ള അന്വേഷണത്തെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. VS നടത്തിയ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ വിജയമാണ് ഇതെന്നും VA അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. സാധാരണക്കാരായ പിന്നാക്ക വിഭാഗം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ അയാൾക്കു വേണ്ടി അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ വലിയൊരു വിജയമാണ് ഇത് എന്ന് VA അരുൺകുമാർ പറയുന്നു. ഭരണകൂടങ്ങൾ മാറിയാലും നീതിയുടെ വഴി അത്ര എളുപ്പം അടഞ്ഞു പോകില്ല എന്ന് ഈ കുറ്റപത്രം അടിവരയിടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നുപോയ വഴികൾ അത്ര ലളിതമായിരുന്നില്ല. ഒരു കാലത്ത് തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്ന് കാണിച്ച് പോലീസ് തന്നെ ഈ കേസ് റഫർ ചെയ്യാനും അട്ടിമറിക്കാനും നോക്കിയതാണ്. അച്ഛന്റെ പ്രായാധിക്യവും ശാരീരിക അസ്വസ്ഥതകളും മുതലെടുത്ത് നിയമ പോരാട്ടത്തെ തളർത്താൻ നോക്കിയപ്പോൾ അച്ഛന്റെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തിന്റെ പ്രതിനിധിയായും കോടതികളിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്ന നാളുകൾ നന്നായി ഓർക്കുന്നു എന്ന് അരുൺകുമാർ പറയുന്നു. അന്ന് ഞാനെടുത്ത ഒരു നിലപാടുണ്ട്. ഈ കേസിൽ എനിക്ക് വ്യക്തിപരമായ അജണ്ടകളൊന്നുമില്ല. ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛന്റെ പോരാട്ടമാണ് ഇത്. അതിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് കോടതികളിൽ സ്വീകരിച്ച അതേ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ഇത് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ചൂഷണങ്ങൾക്കെതിരെയുള്ള ആദർശത്തിന്റെ പോരാട്ടമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നതും അധികാര ഇടനാഴികളിൽ സ്വാധീനമുറപ്പിച്ച് കേസുകൾ അട്ടിമറിക്കാൻ നോക്കുന്നതുമൊക്കെ നാം കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലത്ത് ഭരണകൂടങ്ങൾ തന്നെ ഇത്തരം അഴിമതികൾക്ക് പരോക്ഷമായി കുടപിടിച്ചപ്പോൾ അതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നയിക്കാൻ VS എന്ന വിപ്ലവകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോരാട്ടങ്ങളുടെ ശരിയാണ് ഇപ്പോൾ കോടതി മുറികളിൽ തെളിയുന്നത്. ഈ കേസുകൾ കൃത്യമായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് തീർച്ചയില്ലാത്ത പുതിയ ഭരണ സംവിധാനങ്ങളുടെ നയങ്ങളും മുൻപ് തന്നെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉയർത്തിയ VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകളും ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അച്ഛൻ ബാക്കി വെച്ച ഈ നീതി പോരാട്ടങ്ങൾ അവസാന വിജയം കാണുന്നതുവരെ ഒരു മകൻ എന്ന നിലയിൽ ഞാനൊപ്പമുണ്ടാകും. കള്ളങ്ങൾ എത്ര തന്നെ മൂടി വെച്ചാലും അധികാരത്തിന്റെ ഏത് തണലുണ്ടായാലും നിയമത്തിന്റെ വഴിയിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് VA അരുൺകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഭരണകൂടം മാറി മാറി വന്നാലും, ഇടതു വന്നാലും വലതു വന്നാലും ആര് വന്നാലും ചില വ്യക്തികളും ചില പാർട്ടി നേതാക്കളും ചില ആളുകളും ഒക്കെ തന്നെ ഇത്തരം ഈ കേസിനെ സ്വാധീനിച്ച് അട്ടിമറിക്കാൻ പലകുറി ശ്രമിച്ചതായുള്ള ഒരു പരോക്ഷമായ ഒരു കുറ്റപ്പെടുത്തൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ആരോപണം കൂടിയാണ് VA അരുൺകുമാർ ഈ പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. ഈ കേസിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഉൾപ്പെട്ടാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, കൃത്യമായി കാര്യങ്ങൾ തെളിയുന്നതുവരെ ഈ നിയമ പോരാട്ടത്തിൽ പിതാവ് കൊടുത്ത ആ ഒരു പരാതിയുടെ അവസാനം വരെ ഇദ്ദേഹം ഒപ്പമുണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ആണ് VA അരുൺകുമാർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടി, അതുപോലെ ഇടതുപക്ഷത്തും CPMലും ഉണ്ടാകുന്ന പ്രതിസന്ധി ഒക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് ഈ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായത്തിന്, VSന്റെ മകൻ എഴുതിയ ഈ ഒരു അഭിപ്രായത്തിന് തീർച്ചയായിട്ടും ഒരുപാട് മാനങ്ങൾ കാണേണ്ടതുണ്ട്.